മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു യുവാവ് അങ്ങ് അകലെ ഒരു മരത്തണൽ കാണുകയുണ്ടായി. വളരെ അവശനായ അദ്ദേഹം ആ മരത്തണലിലോട്ട് ഓടിച്ചെന്നു. ആ മരത്തണലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരു ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഉടനെ അദ്ദേഹത്തിന് മുന്നിൽ വെള്ളം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ധാരാളം കുടിക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മധുരപാനീയങ്ങൾക്ക് മോഹിച്ചു. ആ മധുരപാനീയങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതും അദ്ദേഹം ധാരാളം കുടിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശക്കാൻ തുടങ്ങി. നല്ല ഭക്ഷണങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ചു. ഒരുപാട് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ധാരാളം അത് ഭക്ഷിച്ചു. ആ ക്ഷീണം കാരണം അദ്ദേഹം മരത്തണലിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് മരുഭൂമിയിലെ മണൽക്കാറ്റാണ്. അദ്ദേഹം ചിന്തിച്ചു, ഈ മണൽക്കാറ്റിൽ, ഈ മണൽത്തിരകൾക്കിടയിൽ നിന്ന് വല്ല പാമ്പും പുറത്തോട്ട് വന്ന് എന്നെ കടിക്കുമോ എന്ന് ഭയപ്പെട്ടു. ഉടനെ ഒരു പാമ്പ് പുറത്തോട്ട് വന്നു അദ്ദേഹത്തിനെ കടിച്ചു. അദ്ദേഹം ചിന്തിച്ചു, ഈ പാമ്പ് കടിച്ചത് കാരണം ഞാനിവിടെ കിടന്ന് മരണപ്പെടുമോ. അദ്ദേഹം അവിടെ കിടന്ന് മരണപ്പെടുകയും ചെയ്തു. ഇതൊരു സാങ്കല്പിക കഥയാണ്. അദ്ദേഹം ചെന്നിരുന്ന വൃക്ഷം സത്യത്തിലൊരു മാന്ത്രിക വൃക്ഷമായിരുന്നു. അതിൻ്റെ താഴെ ചെന്ന് എന്താഗ്രഹിച്ചാലും അദ്ദേഹത്തിന് നേടാൻ കഴിയും എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രത്യേകത. നമ്മുടെ എല്ലാവരുടെയും മനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള വൃക്ഷം, നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട്. എല്ലായ്പ്പോഴും നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഒരു കാര്യം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയം തന്നെയായിരിക്കും നമ്മുടെ റിസൾട്ട്.